മക്കളെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാഠത്തിൽ നിന്ന് ബോർഡ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും സാറിനുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം എല്ലാം കൂടെ പഠിക്കാൻ പോകുന്നില്ല. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇതിനകത്ത് പാഠത്തിന്റെ പേര് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. എങ്ങനെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം, അതിന്റെ 6 ഫേസുകൾ ഉണ്ടല്ലേ. എന്തൊക്കെയാ? പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, പിന്നെന്താ പ്രിപ്പറേഷൻ ഓഫ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, കോഡിംഗ്, പിന്നെന്താ ഡീബഗ്ഗിംഗ്, ട്രാൻസ്ലേഷൻ, എക്സിക്യൂഷൻ ടെസ്റ്റിംഗ്, ഡോക്യുമെന്റേഷൻ. 7 സ്റ്റെപ്പുകളുണ്ട്. ഈ 7 സ്റ്റെപ്പ് ഏതൊക്കെയാണെന്ന് ആദ്യം പഠിക്കാം അല്ലെ. ഈ പാഠത്തിൽ ആകെ ഇത്രയും കണ്ടന്റ് ഉള്ളൂ. ഈ 7 സ്റ്റെപ്പുകളും അതിന്റെ എക്സ്പ്ലനേഷനും ഈ പാഠം അല്ലെ. അപ്പൊ ആദ്യം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ആണ്. അങ്ങനെ പോകും. ഈ പാഠത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് അൽഗോരിതം ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ. അൽഗോരിതം എഴുതി ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ്. ഒന്നില്ലെങ്കിൽ അവർ അൽഗോരിതം ഉണ്ടാവും, ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറയും. അല്ലെങ്കിൽ അവർ ഫ്ലോ ചാർട്ട് കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് വല്ല തെറ്റുണ്ടാവും, അത് തിരുത്താൻ പറയും. അൽഗോരിതത്തിൽ വല്ല തെറ്റുണ്ടാവും, തിരുത്താൻ പറയും. അല്ലെങ്കിൽ പറയും ഇന്നൊരു ആവശ്യത്തിന് വേണ്ട അൽഗോരിതം ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറയും. ഈ ചോദ്യമാണ് ഈ പാഠത്തിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാം, ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവാം. അതല്ലാണ്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്ക് അതും ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ അതെ, നമുക്ക് ഇതേ ഓർഡറിൽ തന്നെ പോവാം കേട്ടോ. റൈറ്റ്. റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട് അല്ലെ. ഫ്ലോ ചാർട്ടിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാ? എഫക്റ്റീവ് അനലൈസിസ്, എഫക്റ്റീവ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കോഡിംഗ്, എഫക്റ്റീവ് സിന്തസിസ്, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തുണ്ട്? ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കേണ്ട ഫ്ലോ ചാർട്ടിനുണ്ട്. ഏതെങ്കിലും 2 ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാ? റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്. 2 ലിമിറ്റേഷൻ പറയാം. ഫ്ലോ ചാർട്ട്സ് ആർ വെരി ടൈം കൺസ്യൂമിങ്. അതായത് ഫ്ലോ ചാർട്ട് വരച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുറേ സമയം പോകുന്നൊരു പരിപാടിയാണ്, ടൈം കൺസ്യൂമിങ്. അതേപോലെ തന്നെ ഈ വരച്ചുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള മോഡിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അതും ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് ടൈം കൺസ്യൂമിംഗ് ആണ്, മോഡിഫിക്കേഷൻസ് ഡിഫിക്കൽട്ട് ആണ്. ഇതാണ് എന്ത് ഏതെങ്കിലും 2 ലിമിറ്റേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അടുത്തത് ഡിഫൈൻ ദ ഫോളോയിങ്: സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. അതായത് പ്രോഗ്രാമിൽ നമ്മളെ കൊണ്ടുണ്ടാവുന്ന എററുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബഗ്ഗുകൾ അല്ലെ. ആ ബഗ്ഗുകളോട് വെക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഡീബഗ്ഗിംഗ്. 3 ടൈപ്പ് എറേഴ്സ് ആണ് വരാറ്. എന്തൊക്കെയാ? സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. എന്താ സിൻടാക്സ് എറർ? എന്താ സിൻടാക്സ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ നിയമങ്ങളാണ് എന്ത്? സിൻടാക്സ്. ആ നിയമങ്ങൾ പാലിക്കുന്നതിൽ വല്ല തെറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്ന എറേഴ്സ് ആണ് എന്ത്? സിൻടാക്സ്. ഇനി എന്താ ലോജിക്കൽ എറർ? പ്രോഗ്രാമറുടെ ലോജിക്കല്, പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലോജിക്കൽ വല്ല എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ലോജിക്കൽ എറർ. ഇനി എല്ലാ എറർ സെറ്റ് ആക്കി റൺ ചെയ്ത് നോക്കുമ്പോൾ വല്ല എറർ വന്നു, അതാണ് എന്ത്? റൺ ടൈം എറർ. അപ്പൊ അത് പഠിക്കണം കേട്ടോ. 3 ടൈപ്പ് എറേഴ്സിന്റെ ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട്? സിൻടാക്സ് എറർ, റൺ ടൈം എറർ, അതേപോലെ തന്നെ ലോജിക്കൽ എറർ. അപ്പൊ ഇതും ചോദിക്കാറുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തതിലേക്ക് പോവാം. അൽഗോരിതം വന്നു നോക്കാട്ടാ. അൽഗോരിതം വന്നു. കൺസിഡർ ദ ഫോളോയിങ് അൽഗോരിതം. സ്റ്റാർട്ട് n = 1, print n = n+1. if n less than equal to 5, then go to n less than equal to 5, then go to step 5. Sorry, step 3. Stop. Write the output of the above algorithm. Draw the flow chart of the above algorithm. അതായത് അവരുടെ അൽഗോരിതം തന്നിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ട് എഴുതാനും പറഞ്ഞിരിക്കുന്നു, ഫ്ലോ ചാർട്ട് വരയ്ക്കാനും പറഞ്ഞിരിക്കുന്നു. ആദ്യം നമുക്ക് ഔട്ട്പുട്ട് എഴുതി നോക്കാം അല്ലെ. സ്റ്റാർട്ട് ചെയ്തു. n = 1. എന്നിന്റെ വാല്യൂ 1 ആണെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. പ്രിന്റ് എന്ന് പറയുമ്പോൾ എന്ത് പ്രിന്റ് ആവൂടാ? എന്നിന്റെ വാല്യൂ 1 അല്ലേ. പ്രിന്റ് n എന്ന് പറയുമ്പോൾ എന്ത് പ്രിന്റ് ആവും? 1 പ്രിന്റ് ആവും. ക്ലിയർ? ഔട്ട്പുട്ട് 1 പ്രിന്റ് ആവും. ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു? n = n+1. എന്നിന്റെ വാല്യൂ ഓൾറെഡി എന്തായിരുന്നു? 1 ആയിരുന്നു. n = n+1 എന്ന് വെച്ചാൽ എന്താ? n = 1+1. അതായത് n = എന്തായപ്പ? 2 ആയി. n = എന്തായി? 2 ആയി. ഇപ്പൊ എന്നിന്റെ വാല്യൂ 2 ആണ്. ഇനി if n less than or equal to 5, ഈ പുതിയ എന്നിന്റെ വാല്യൂ 5-നേക്കാൾ കുറവോ 5-നോട് ഈക്വലോ ആണെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ എന്നിന്റെ വാല്യൂ ഇപ്പൊ എന്താ? 2 ആണ്. 2 5-നേക്കാൾ കുറവാണെങ്കിൽ എങ്ങോട്ട് പോകണം? മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താ? എന്നിനെ പ്രിന്റ് ചെയ്യണം. നമ്മൾ എന്നിന്റെ വാല്യൂ ഇപ്പൊ എന്താ? 2 ആണ്. അപ്പൊ എന്ത് പ്രിന്റ് ആവും? 2 പ്രിന്റ് ആവും. ക്ലിയർ? ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം. എന്നിന്റെ വാല്യൂ ഇപ്പൊ 2 ആണ് ട്ടാ. n = n+1. അതായത് എന്നിന്റെ വാല്യൂ കൂടെ ഒന്നും കൂട്ടാൻ പറഞ്ഞിരിക്കുന്നു. പുതിയ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും ഇവിടെ? പഴയ എന്നിന്റെ വാല്യൂ 2 ആയിരുന്നു. അപ്പൊ n = പഴയ എന്നിന്റെ വാല്യൂ +1. അതായത് എന്നിന്റെ വാല്യൂ ഇപ്പൊ എന്തായി? 3 ആയി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. ഇഫ് n less than or equal to 5,
എന്നിന്റെ വാല്യൂ 3 ലെസ് ദാൻ 5 അല്ലേ? ആണെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രിന്റിലേക്ക് n പ്രിന്റ് ചെയ്യാൻ. അതായത് നമ്മുടെ പുതിയ വാല്യൂ ആയിട്ടുള്ള എന്നിന്റെ പുതിയ വാല്യൂ ആയിട്ടുള്ള 3 പ്രിന്റ് ചെയ്യാൻ. ഇപ്പൊ എന്നിന്റെ വാല്യൂ 3 ആണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. n ഈക്വൽ ടു n+1. അതായത് ഇപ്പൊ എന്നിന്റെ വാല്യൂ 3 ആണ്. അത് എന്തിലേക്ക് ആക്കാൻ പറഞ്ഞിരിക്കുന്നു? n ഈക്വൽ ടു പഴയ എന്നിന്റെ വാല്യൂ ആയിട്ടുള്ള 3 + 1. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താ ഇവിടെ 4 ആവും അല്ലേ? ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, എന്നിന്റെ വാല്യൂ 4 ആണ്. ദാറ്റ് മീൻസ് അത് ലെസ് ദാൻ 5 ആണ്. അപ്പൊ എങ്ങോട്ട് പോകണം? മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം. എന്താ മൂന്നാമത്തെ സ്റ്റെപ്പ്? പ്രിന്റ് n. നമ്മൾ എന്നിന്റെ പുതിയ വാല്യൂ ആയിട്ടുള്ള 4 പ്രിന്റ് ആവണം അല്ലെ? അടുത്തത് n ഈക്വൽ ടു n+1. എന്നിന്റെ പഴയ വാല്യൂ എന്ത് ചെയ്യണം? 1 കൂട്ടാൻ പറഞ്ഞിരിക്കുന്നു. പുതിയ n ഈക്വൽ ടു പഴയ എന്നിന്റെ വാല്യൂ +1. n ഈക്വൽ ടു എന്താ ഇവിടെ 5y. n ഈക്വൽ ടു 5y. നോക്കിയേ അടുത്തത് ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. n വാല്യൂ ഇപ്പൊ 5 ആണ്. 5 ലെസ് ദാൻ 5 അല്ല, പക്ഷേ 5 ഈക്വൽ ടു 5 ആണ്. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ ശരിയാണ്. എങ്ങോട്ട് പോകണം? മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം. എന്ത് പ്രിന്റ് ആവും? n ഈക്വൽ ടു 5 എന്നുള്ളത് പ്രിന്റ് ആവും. 5 പ്രിന്റ് ആവും. ഓക്കെ അല്ലേ? പിന്നെ എന്ത് ചെയ്യുന്നു? n ഈക്വൽ ടു പഴയ n+1. n ഈക്വൽ ടു പഴയ n+1. നമ്മൾ തൊട്ട് പഴയ n എന്താ? 5 ആണ്. 5 + 1 n ഈക്വൽ ടു എന്താവും? 6 ആവും. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കാം. ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എന്നിന്റെ വാല്യൂ 6 ആണ്. 6 ലെസ് ദാൻ 5 അല്ല, ഈക്വൽ ടു 5 അല്ല. ഇത് ശരിയാണെങ്കിലേ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ശരിയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് ശരിയല്ല. എന്നിന്റെ വാല്യൂ അതിനൊക്കെ കുറവല്ല. അപ്പൊ അങ്ങോട്ട് പോകണ്ട. അടുത്തേക്ക് പോവാം. ശരിയല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഈ അൽഗോരിതം റൺ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആണ് എന്ത്? 1 2 3 4 5. ആദ്യത്തെ 5 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള അൽഗോരിതം ആണ് എന്നത് ഈ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് തന്നെ ഫ്ലോ ചാർട്ട് ആക്കി നോക്കാം. ഇതൊന്ന് ഫ്ലോ ചാർട്ട് ആക്കി നോക്കാം. ഓൾറെഡി ഇവർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ അല്ലേ? വിസിബിൾ അല്ലേ? ചെറിയൊരു കുറവുള്ളൂ, അത് അപ്പുറത്ത് വിട്ടുപോയതാണ്. അത് നമുക്ക് ഇവിടെ എഴുതി ചേർക്കാം. സ്റ്റാർട്ട് അല്ലെ? സ്റ്റാർട്ടും സ്റ്റോപ്പും എപ്പോഴും എന്തി കൊടുക്കണോടാ? എലിപ്സിൽ കൊടുക്കണം. സ്റ്റാർട്ട് ചെയ്തു n ഈക്വൽ ടു 1 അല്ലെ? n എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തു. ഇൻപുട്ടും ചെയ്ത് വാങ്ങണല്ലോ, അവർ പറഞ്ഞിരിക്കുകയാണ് എന്ത്? n ഈക്വൽ ടു 1 ആണ്. അതൊരു പെട്ടി കൊടുത്തു n ഈക്വൽ ടു 1. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രിന്റ് n. പ്രിന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഔട്ട്പുട്ട് ചെയ്യാന്നുള്ളതാണ്. അതെന്തേ കൊടുക്കണോടാ? പാരലലോഗ്രാമിൽ കൊടുക്കാം അല്ലെ? അടുത്ത സ്റ്റെപ്പ് n ഈക്വൽ ടു n+1. എന്നിന്റെ വാല്യൂ n+1 ആക്കി. പ്രോസസിങ് സ്റ്റെപ്പ് ആണ്. അതെന്തേ കൊടുക്കാം? പെട്ടി കൊടുക്കാം. ഓക്കെ അല്ലേ? അടുത്തത് ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. n എങ്ങാനും 5നേക്കാൾ കുറവോ ഈക്വലോ ആണെങ്കിൽ എന്ത് ചെയ്യണം? മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം. കണ്ടാ? അതൊരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്പാ. കുറവാണെങ്കിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ താഴേക്ക് തന്നെ പോവാം അല്ലെ? ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്പ് നമ്മൾ എന്തിനാ കൊടുക്കാറ്? റോംബസിൽ കൊടുക്കും. അതായത് ഇഫ് n 5നേക്കാൾ കുറവാണെങ്കിൽ എങ്ങോട്ട് പോകണം? കണ്ടാ? യെസ്, കുറവാണെങ്കിൽ എവിടേക്ക് പോകണം? മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോയി. ഇനിയിപ്പോൾ അല്ലെങ്കിലോ താഴേക്ക് പോവാം, സ്റ്റോപ്പിലേക്ക് പോവാം. സ്റ്റോപ്പ് എന്താണ്? എലിപ്സിലാണ്. സിമ്പിൾ അൽഗോരിതം അല്ലേ? സ്റ്റാർട്ട് ചെയ്തു n ഈക്വൽ ടു 1. n ഈക്വൽ ടു 1 പ്രോസസിംഗ് സ്റ്റെപ്പ് ആയിരുന്നു. അതായത് എന്നിലേക്ക് 1 കൊടുത്തു, എന്തി കൊടുത്തു? പെട്ടി കൊടുത്തു അല്ലെ? ഇനി പ്രിന്റ് n പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഔട്ട്പുട്ട് ആണ്. പാരലലോഗ്രാമിൽ കൊടുത്തു. n ഈക്വൽ ടു n+1 പ്രോസസിംഗ് സ്റ്റെപ്പ് ആണ്. പെട്ടി കൊടുത്തു. ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്താ? ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്പ് ആണ്. എന്തി കൊടുക്കുക? റോംബസിൽ കൊടുക്കുക. ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ 2 വഴിക്ക് പോകണം. അതായത് ഡിസിഷൻ നമ്മൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ യെസ്, ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ താഴേക്ക് പോകണം. ലാസ്റ്റ് സിമ്പിൾ അൽഗോരിതമാണ്. നമ്മൾ ഓരോ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പ്രോസസ്സിങ്ങിനും ഒക്കെ ഓരോ ഷേപ്പുകൾ ഉണ്ടല്ലോ ഫ്ലോ ചാർട്ടിന്റെ. ആ ഷേപ്പുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അൽഗോരിതം അവർ തന്നോളും. ആ അൽഗോരിതം നേരെ നോക്കി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും പറഞ്ഞ് വെക്കാൻ പറ്റും. അടുത്തത് പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഡാഷ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ ഇടുന്ന പ്രോഗ്രാമിനെ പറയുന്ന പേരെന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ ഇടുന്ന പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് എന്ത്? സോഴ്സ് കോഡ്. സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഒബ്ജക്റ്റ് കോഡ്. എനിവേ ചോദിച്ചിട്ടുള്ള എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിൽ ഇടുന്ന പ്രോഗ്രാമിന്റെ പേരാണ് എന്ത്? സോഴ്സ് കോഡ്. അടുത്തത് ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഫോർ ദ അൽഗോരിതം ഗിവൺ ബിലോ. അൽഗോരിതം അവർ തന്നിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ? നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കണം. താഴെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങോട്ട് വരച്ചത്, അവർ തന്നതൊന്നും വേണ്ട. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. ഞാൻ അൽഗോരിതം ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്കൊരു ഐഡിയ അല്ല എന്ത് അൽഗോരിതം. ഞാൻ വായിച്ചിട്ടും കൂടി ഇല്ല. ഞാനിപ്പോൾ അത് വായിക്കാണ്ട് തന്നെ കാണിച്ചു തരാം. കാരണം അൽഗോരിതം മനസ്സിലാക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഫ്ലോ ചാർട്ട് വരയ്ക്കും. സ്റ്റാർട്ടാണ്. ഞാൻ സ്റ്റാർട്ട് എന്ന് എഴുതുന്നു.
ചാർട്ട് എലിപ്സ് സിമ്പലിന്റെ ഉള്ളിൽ. അടുത്തത് ഇൻപുട്ട് എ കോമ ബി, ഇൻപുട്ട് ആണ് അല്ലെ, ഇൻപുട്ട് എ കോമ ബി. ഇൻപുട്ട് എപ്പോഴും എന്തിൽ വേണം ഇവിടെ, പാരലലോഗ്രാമിൽ വേണം അല്ലെ, ഇൻപുട്ട് ചെയ്തു. അടുത്തത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ഇഫ് വന്നാൽ അത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും എന്തിനകത്ത് വരണം, റോംബസിൽ വരണം. ഇഫ് ഇങ്ങോട്ട് ഒരു മീസ് ആക്കണം, ഈസ് എ ഗ്രേറ്റർ ദാൻ ബി. ട്രൂ ആണെങ്കിൽ എ പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ബി പ്രിന്റ് ചെയ്യണം. അപ്പൊ രണ്ട് വഴി കൊടുക്കാം അല്ലെ, ഇതേ യെസ്. ട്രൂ ആണെങ്കിൽ അങ്ങോട്ട് നോക്കോട്ടെ, ഫോൾസ് ആണെങ്കിൽ ഇങ്ങോട്ട് നോക്കോട്ടെ. ഇനി ട്രൂ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യാനാ, ട്രൂ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്, പ്രിന്റ് എ. അപ്പൊ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് എ. പ്രിന്റ് ആയതുകൊണ്ട് റോംബസിൽ കൊടുക്കും. ഇനി അല്ലെങ്കിലോ എൽസ്, ഫോൾസ് ആണെങ്കിലോ പ്രിന്റ് ബി, അതും പാരലലോഗ്രാമിൽ കൊടുക്കും. ഇനി ലാസ്റ്റ് എൻഡ് ഓഫ് ഇഫ്, അതായത് സ്റ്റോപ്പ് നമുക്ക് കൂടെ കൊടുക്കാം. അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, എയും ബിയും ഇൻപുട്ട് ചെയ്യുന്നു, എ ബിനേക്കാൾ വലുതാണെങ്കിൽ എ പ്രിന്റ് ചെയ്യുന്നു, ഇനിയിപ്പോ അല്ലെങ്കിലോ ബി പ്രിന്റ് ചെയ്യുന്നു, അവസാനം സ്റ്റോപ്പിലേക്ക്. എങ്ങനെ പോയാലും അവസാനം സ്റ്റോപ്പിലേക്ക് എത്താം. ക്ലിയർ അല്ലേ? ഇതിപ്പോ എന്തിനുള്ള പ്രോഗ്രാമോ, എയും ബിയും ഇൻപുട്ട് ചെയ്തു, എന്നിട്ട് എ ആണോ ബി ആണോ വലുതെന്ന് നോക്കി. ആണെങ്കിൽ എ ആണ് വലുതെങ്കിൽ എ പ്രിന്റ് ചെയ്തു, ബി ആണ് വലുതെങ്കിൽ ബി പ്രിന്റ് ചെയ്തു. അതായത് രണ്ടാൾക്കാരെ തന്നിട്ട് ആരാണ് വലുതെന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണിത്. എ ആണ് വലുതെങ്കിൽ ഇങ്ങനെ വണ്ട് ആവടി പോവും, എ പ്രിന്റ് ആവും, സ്റ്റോപ്പ് ചെയ്യും. ബി ആണ് വലുതെങ്കിലോ ഇങ്ങനെ വരും, ബി പ്രിന്റ് ആവും, സ്റ്റോപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അവർ വരച്ചിട്ടുള്ളതും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കണ്ടാ, ചാർട്ട് എയും ബിയും ഇൻപുട്ട് ചെയ്തു, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അവർ താഴേക്ക് കൊടുത്തു, ആണെങ്കിൽ എ പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ബി പ്രിന്റ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അതിപ്പോ എങ്ങനെ വരച്ചാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അടുത്തത് ലിസ്റ്റ് ദ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. ഞാൻ ആദ്യമേ പറഞ്ഞാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ചോദിക്കാറുണ്ട്. 7 ഫേസസുകൾ ഏതൊക്കെയാണെന്നും പഠിച്ചു കേട്ടോ. അടുത്തത് എന്നോട് നോക്കിയേ, ലിസ്റ്റ് ഫേസസ് ഇൻ ഡിഫറെന്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്, എക്സ്പ്ലെയിൻ എനി 3. 7 ഫേസസ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും 3 എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അടുത്തത് പിന്നെ അടുത്തൊരു അൽഗോരിതം ഉണ്ടാ. അതിന് മുന്നേ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ അൽഗോരിതം ഈസ് കോൾഡ് ഡാഷ്. ഒരു അൽഗോരിതത്തിനെ നോക്കി നമ്മൾ വരയ്ക്കുന്ന പടം അതെന്താണ്ടാ, അത് ഫ്ലോ ചാർട്ട് ആണ്. അതാണ് ഇവിടെ വരയ്ക്കാനും പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, റൈറ്റ് എൻ അൽഗോരിതം ടു ഫൈൻഡ് ബിഗ്ഗസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. തൊട്ട് മുന്നേ കണ്ടല്ലേ, നമ്മൾ തൊട്ട് മുന്നേ വരച്ച അതേ സാധനം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. കണ്ടാ, ഇതേ സാധനം സ്റ്റാർട്ട് ചെയ്തു, എയും ബിയും ഇൻപുട്ട് ചെയ്തു, എ ബിനേക്കാൾ വലുതാണെങ്കിൽ എ പ്രിന്റ് ചെയ്തു, ഇപ്പൊ അല്ലെങ്കിൽ ബി പ്രിന്റ് ചെയ്തു, ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ തൊട്ട് മുന്നേ വരച്ച അതേ സംഭവം അവർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കേണ്ട. അടുത്തത് നെയിം ദ എറർ വിച്ച് ഈസ് ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലോജിക്. പ്രോഗ്രാമിംഗ് ലോജിക്കിന്റെ പ്ലാനിംഗിൽ വരുന്ന പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന എറർ എന്ത് എററാണ്, ലോജിക്കൽ എററാണ്. അടുത്തത് the process of converting source code into object code is called dash. ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള കോഡ് സോഴ്സ് കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്തായി മാറും, മെഷീൻ ലാംഗ്വേജിലുള്ള ഒബ്ജക്റ്റ് കോഡ് ആയിട്ട് മാറും. അങ്ങനെ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡ് ആക്കി മാറ്റുന്ന ആ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എന്ത്, ട്രാൻസ്ലേഷൻ. അടുത്തത് റൈറ്റ് ദ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. കോഡ് എഴുതുക, ഹൈ ലെവൽ ലാംഗ്വേജിൽ കോഡിനെ പറയുന്ന പേരാണ് കോഡിങ്. ബഗ്ഗുകളോട് വെക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിബഗ്ഗിങ്. അടുത്തത് ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. അതായത് 3 നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കാണാനുള്ള ഫ്ലോ ചാർട്ട്. സ്റ്റാർട്ട് ചെയ്തു, 3 നമ്പേഴ്സ്, ഇൻപുട്ട് എ ബി സി, ഇൻപുട്ട് പാരലലോഗ്രാമിൽ കൊടുത്തു, സമ്മ് കാണണം, പ്രോസസിംഗ് സ്റ്റെപ്പാണ്, സം ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, സമ്മ് കണ്ടു. ഇനി എന്ത് ചെയ്യാം, സമ്മും ആവറേജും പ്രിന്റ് ചെയ്യണം അല്ലേ. സോ പാരലലോഗ്രാമിന്റെ ഉള്ളിൽ സമ്മ് പ്രിന്റ് ചെയ്തു. ഇനി പ്രിന്റിന് ശേഷം സമ്മിന് ശേഷം എന്ത് ചെയ്യണം, ആവറേജ് കാണണം, ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ 3. and എന്ത് ചെയ്യുക, സം ഓൾറെഡി പ്രിന്റ് ചെയ്താണ്, പ്രിന്റ് ആവറേജ്, അത് പാരലലോഗ്രാം കൊടുത്തു, സ്റ്റോപ്പ് ചെയ്തു. ഇത് ഇങ്ങനത്തെ ഒരു നിർബന്ധമില്ല. വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, ഇൻപുട്ട് എ ബി സി, സമ്മ് കാണാം, ആവറേജ് ഒരുമിച്ച് കാണാം, ആവറേജും സമ്മ് ഒരുമിച്ച് പ്രിന്റ് ചെയ്യാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അവസാനം എന്ത് വരണം, പ്രോഗ്രാമിന്റെ എവിടെങ്കിലൊക്കെ സമ്മും ആവറേജും പ്രിന്റ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അടുത്തത് ഡാഷ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോഗ്രാം. ഈ സംഭവം ഞാൻ ഈ വരച്ച പടം ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, അൽഗോരിതം. അടുത്തത് ഫോളോയിങ് ഈസ് എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ സം ഓഫ് 50 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഫ്ലോ ചാർട്ടാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് എന്താ ചോദ്യം, എന്താ, കറക്റ്റ് ദ ഫ്ലോ ചാർട്ട്
ഇഫ് ദർ ആർ എറേഴ്സ്, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇത് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് എറർ കിട്ടും. സ്റ്റാർട്ട് ഒരു കുഴപ്പമില്ല, സ്റ്റാർട്ട് എലിപ്സിലാണ്. അടുത്തത് സം ഈക്വൽ ടു 0 n ഈക്വൽ ടു 1. അതെന്ത് എലിപ്സി കൊടുക്കാൻ പാടില്ല, സ്റ്റാർട്ട് സ്റ്റോപ്പ് മാത്രമേ എലിപ്സി കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെന്ത് സ്റ്റെപ്പാ, പ്രോസസിങ് സ്റ്റെപ്പാണ്. അതെന്തിൽ വരണം, റെക്ടാങ്കുലർ ബോക്സിൽ വരണം. ക്ലിയർ. അടുത്തത് ഈസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ഡിസിഷൻ മേക്കിംഗ് ആണ്, റോംബസ് കറക്റ്റ് ആണ് അല്ലെ. നോ, പ്രിന്റ് സം, പ്രിന്റ് എപ്പോഴും എന്ത് വരണോടാ, പാരലലോഗ്രാമിൽ വരണം. അത് മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, ഇനി താഴേക്ക് നോക്കാം. സം ഈക്വൽ ടു സം പ്ലസ് 1 n ഈക്വൽ ടു n പ്ലസ് 1. പ്രോസസിങ് സ്റ്റെപ്പാണ്, പാരലലോഗ്രാമിലല്ല റെക്ടാങ്കിളിൽ വരണം. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ സ്റ്റോപ്പ്, സ്റ്റോപ്പ് എപ്പോഴും എന്തിനകത്ത് വരണം, എലിപ്സിൽ വരണം. അത്രേ ഉള്ളൂ. ഈ പടം വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇത്ര വലിയ അൽഗോരിതം ഉണ്ട്, ഫ്ലോ ചാർട്ടൊക്കെ ഉണ്ട്, എന്തിനുള്ളതെന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. കണ്ടോ, അവർ ആ പടമൊക്കെ കറക്റ്റ് ആക്കി വരച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി വാട്ട് ഈസ് ഡിബഗിങ് എന്ന് ചോദിച്ചാൽ എന്താ ഡിബഗിങ്? ഒരു പ്രോഗ്രാമിലുള്ള എററുകൾ വിളിക്കുന്ന പേരാണ് എന്ത്, ബഗ്. ബഗ്ഗുകൾ ഒഴിവാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഡിബഗിങ്. അടുത്തത് ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഇൻപുട്ട് 3 numbers and display the smallest. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ 2 നമ്പറിന്റെ വലുത ചെറുതാന്ന് നോക്കണല്ലേ. ആ പ്രോഗ്രാമിന് തിരിച്ചെഴുതിയാൽ മതി. അങ്ങനത്തെ പ്രോഗ്രാമിന് ചോദിക്കില്ല, അത്ര വലുതൊന്നും ചോദിക്കില്ല. ഇത് ഏത് വർഷം ചോദിച്ചിട്ടുള്ളതെന്നറിയോ, 2017 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് വലിയ ഫ്ലോ ചാർട്ടുകളുണ്ട്. ആ വലിയ ഫ്ലോ ചാർട്ടൊക്കെ 2016 17 18 ആ സമയത്തൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇപ്പോഴത്തെ പാറ്റേൺ വെച്ചിട്ട് അത്ര വലിയ ഫ്ലോ ചാർട്ടൊന്നും ആവശ്യമില്ല. വേണ്ട ഫ്ലോ ചാർട്ടൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ട എല്ലാ അൽഗോരിതം ഫ്ലോ ചാർട്ടും കാണാൻ തന്നെ പഠിച്ചു വയ്ക്കാം, മനസ്സിലാക്കിയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ. അതേമാതിരി തന്നെ 7 ഫേസസ് ഇൻ പ്രോഗ്രാമും പഠിക്കാം. കുഞ്ഞിപ്പാടാണ്, ഈസി ആയിട്ട് മാർക്ക് വാങ്ങാവുന്ന ഒരുപാട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.